ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ബാങ്കിങ് ടെക്സ്പോർട്ടിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കിഡിലം ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിന് മുമ്പ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ പല ആൾക്കാരും ഇതിൽ തെറ്റായ രീതിയിലാണ് ഇതിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേർക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് എന്താ പറയുന്നത്, വളരെ വളരെ സൂപ്പർ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ പറയാം. സൂപ്പർ എന്നല്ല, സൂപ്പർ ഡ്യൂപ്പർ ആപ്ലിക്കേഷനാണ്. കാരണം ഇതിൽ ഏകദേശം 25ഓളം NBFCയും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് പ്രോഡക്റ്റ് വേണമെങ്കിലും, ഇപ്പോൾ പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ്, ബിസിനസ് ലോൺ, FD ബേസ്ഡ് കാർഡ്സ്, പിന്നെ ഇപ്പോൾ യൂസ്ഡ് കാർ ലോൺ, അതുപോലെ തന്നെ നിങ്ങൾക്ക് 2 വീലർ ലോൺ, അങ്ങനെ ഏത് ലോൺ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. എന്താ പറയുന്നത്, വെറും തമാശയായിട്ട് കാണരുത്. കാരണം നമുക്ക് ഈ ഒരു ബാങ്കിൽ പോയി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട് ജസ്റ്റ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മൾ ചെല്ലണം, ബാങ്കിൽ പോകണം, പിന്നെ ഓൺലൈനിലുണ്ട്, ഓക്കെ, അതൊരു പരിധി വരെ നമ്മൾ എന്താ പറയുന്നത്, സെക്യൂരിറ്റി വരെ കാണണം. ആ ഒരു പ്രോസസ്സ് ഉണ്ടോ, സെക്യൂരിറ്റിയെ കണ്ട് ബാങ്കിൽ കയറണം, ആ ഒരു ആൾക്കാരുണ്ടെങ്കിൽ ക്യൂ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് അതിൻ്റെ പുറകിലുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾക്കെല്ലാം വിരൽ തുമ്പിലാണ്. ഒരൊറ്റ ടച്ച് കൊണ്ട് തന്നെ നമുക്ക് ഏത് ലോൺ വേണമെങ്കിലും നമ്മുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച്, അതായത് ബാങ്ക് തരുന്ന ആ ഒരു എന്താ പറയുന്നത് പലിശയെക്കാട്ടിയും കുറവ് പലിശയിൽ തരുന്ന ഒരുപാട് NBFCs ഇപ്പോൾ അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഇന്നിവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്ത സമയത്ത് ഏകദേശം ഒരു 100ൽ 75 പോട്ടെ, ഒരു 50 പേരും തെറ്റായ രീതിയിലാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അത് ചെയ്യരുത്. അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാം. ഇത് കാരണമെന്ന് വെച്ചാൽ നമുക്ക് 650 സിബിൽ സ്കോർ, 650 അല്ല 625 സിബിൽ സ്കോർ തൊട്ട് സ്റ്റാർട്ടാകും. അങ്ങനെയുള്ളവർക്ക് ലോൺ കിട്ടും. സെൽഫ് എംപ്ലോയീസിനും, സാലറി, അതുപോലെ തന്നെ ഫ്രീലാൻസേഴ്സ്, ബിസിനസ്സുകാർ, അങ്ങനെ എല്ലാവർക്കും ലോൺ കിട്ടും. സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നേരെ ചൊവ്വേ യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എന്താ പറയുന്നത് ഒരു ടോപ്പ് ബെനിഫിറ്റ് ആയിരിക്കും ഈ ഒരു NBFCയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യുന്ന ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, നിങ്ങൾ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പോകുന്ന സമയത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. അതിനു മുമ്പ് ഒന്ന് പറയട്ടെ, നമ്മുടെ ഒരു സെക്കൻഡറി ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലോൺ ആപ്പിൻ്റെ ഭീഷണിയും മറ്റു കാര്യങ്ങളും എങ്ങനെ നേരിടാം, അതിനെക്കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഞാൻ കുറച്ച് ലെങ്തി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എന്താ പറയുന്നത് ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ചാനൽ നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നത്. ഇവിടെ നമ്മളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് OTP വന്നു. OTP വെരിഫൈ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ എന്താ പറയുന്നത് സകല ഡീറ്റെയിൽസും ഞാൻ മുമ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ പേര്, മെയിൽ ID, പിൻ കോഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, പാൻ നമ്പർ, ഓക്യുപ്പേഷൻ, മന്ത്ലി ഇൻകം മോഡ്, ഇതെല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. ഓക്കെ. അപ്പോൾ ചില ആൾക്കാർ ഈ ഇൻകം മോഡ് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ഇൻകം മോഡ് ത്രൂ ചെക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്യാഷ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ കൊടുക്കുക. ഇവിടെ ഓക്യുപ്പേഷൻ സെൽഫ് എംപ്ലോയിഡ് കൊടുക്കാം, നിങ്ങൾക്ക് സാലറിഡ് കൊടുക്കാം. ഓക്കെ, പിന്നെ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം വെരിഫൈ ആൻഡ് കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ഇവിടെ കാണിക്കാം. ഇവിടെ ബാങ്ക് ഓഫ് ബറോഡ ക്രെഡിറ്റ് കാർഡ്, SBI ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ വന്നിട്ട് SBIയുടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കാർഡ്സ് ഉണ്ട്. ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, പിന്നെ അതുപോലെ തന്നെ IDFC ഫസ്റ്റ് ബാങ്ക്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, പേഴ്സണൽ ലോൺ, L&T പേഴ്സണൽ ലോൺ, മണി വ്യൂ പേഴ്സണൽ ലോൺ, ടാറ്റ ന്യൂ പേഴ്സണൽ ലോൺ, LIC കാർഡ്സ്, പ്രിഫർ പേഴ്സണൽ ലോൺ. പ്രിഫറൊക്കെ എന്ന് വെച്ചാൽ വളരെ സൂപ്പർ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ബാങ്കിനെക്കാട്ടിയും കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഡസ്ഇൻഡ് ബാങ്ക് പേഴ്സണൽ ലോൺ കിട്ടും. സ്മാർട്ട് കോയിൻ, IIFL ബിസിനസ് ലോൺ, മണി ഫൈ ബൈ ടാറ്റ ക്യാപിറ്റൽ, അതുപോലെ തന്നെ ജൂപ്പിറ്റർ, ആക്സിസ് ബാങ്കിൻ്റെ കറണ്ട് അക്കൗണ്ട്, ആക്സിസ് ബാങ്കിൻ്റെ അമേസിങ് സേവിങ്സ് അക്കൗണ്ട്. നമുക്ക് സേവിങ്സ് അക്കൗണ്ട് എടുക്കാൻ ബാങ്കിലൊന്നും പോകണം, നമുക്ക് ഓൺലൈനിൽ തന്നെ അപ്ലൈ ചെയ്യാം. എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക്, അതുപോലെ തന്നെ ബജാജ് മ്യൂച്വൽ ഫണ്ട്സ്, ആക്സിസ് മ്യൂച്വൽ ഫണ്ട്സ്, ഫതക് പേയിലും ഒരുപാട് പേർക്ക് ലോൺ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം. അങ്ങനെ കിട്ടിയിട്ടുള്ളവർ ജസ്റ്റ് നമ്മുടെ ആ ഒരു മെസ്സേജ് സെക്ഷനിൽ നിങ്ങളുടെ ആ ഒരു സജഷൻസ് ഒന്ന് ചെയ്യുക. എത്ര രൂപ സാലറി ആയിരുന്നു, എത്ര രൂപയാണ് കിട്ടിയെന്നെല്ലാം പറയുക. പിന്നെ ഏറ്റവും താഴെ തന്നെ നിങ്ങൾക്ക് പോകും ഡെലിവറി അല്ലെങ്കിൽ സ്വിഗ്ഗിയുടെ കമ്പനി ചേരണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ഫോം വരും. അതാരും ഫില്ല് ചെയ്യില്ല, കാരണം അത് ഇൻഷുറൻസിൻ്റെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ഫില്ല് ചെയ്താൽ മതി. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ ഫില്ല് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, അതായത് ഈ കാണുന്ന പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ ബിസിനസ് ലോണോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാധാരണ അവർ വിചാരിക്കുന്നത് ഈ ഒരു ഫോം നെയിം, ഫോൺ, ഇമെയിൽ, സെലക്ട് പ്രോഡക്റ്റ്, ഇത് ഫില്ല് ചെയ്താൽ മതി എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അത് ഫില്ല് ചെയ്യരുത്, കാരണം അത് ഇൻഷുറൻസിൻ്റെ സെക്ഷനാണ്. അതാരും ഫില്ല് ചെയ്യേണ്ട. കാരണം ഒരുപാട് എൻക്വയറീസ് അങ്ങനെ പോകും ഇൻഷുറൻസിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ നിങ്ങൾക്ക് അവർ വിളി തുടങ്ങും, ടെലിമാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സിനെ കൊണ്ട് നിങ്ങൾക്ക് ഇരിക്കപ്പുറത്തില്ലാതെയാവും. അപ്പോൾ അറിയാമല്ലോ,
പോലെ ഇൻഷുറൻസ് കമ്പനിയിലാണ് നിങ്ങളുടെ നമ്പർ കിട്ടുകയാണെങ്കിൽ അവരുടെ ഡെയിലി വിളി വരും. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് അതായത് നമുക്കിപ്പോൾ ക്രെഡിറ്റ് കാർഡ്, കിവിയുടെയൊക്കെ പുതിയ ക്രെഡിറ്റ് കാർഡാണ്. ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക് എല്ലാത്തരം ക്രെഡിറ്റ് കാർഡും ഉണ്ട്. അതേപോലെ തന്നെ പേഴ്സണൽ ലോൺ മിക്ക ബാങ്കിൻ്റെയും പേഴ്സണൽ ലോൺ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ എലിജിബിലിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഒരു സിബിൽ ഒരു ആവറേജ് സിബിൽ സ്കോർ ഒക്കെ ആണെങ്കിൽ നമുക്ക് നോർമലി ഉള്ള ബാങ്കിൽ നിന്ന് നമുക്ക് ലോൺ തരില്ല. അപ്പോൾ HDFCയോ ICICI മീൻസ് ബജാജിലൊക്കെ നമുക്ക് ലോൺ വേണമെങ്കിൽ 750 സിബിൽ സ്കോർ വേണം. ലോണെന്നല്ല, അവരുടെ ഏത് പ്രൊഡക്റ്റ് വേണമെങ്കിലും. ICICI ബാങ്കിൽ ഏകദേശം 675, HDFCയിൽ 700 ആ റേഞ്ചിൽ വരും. പിന്നെ നമ്മുടെ ബാങ്കിങ് എല്ലാം കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ അവർ ആ ബേസിൽ നമുക്ക് ലോൺ തരും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഗ്രോമോ എന്ന ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ അത് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യുക, ഇല്ലാത്തവർ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ സിബിലിൽ ചെറിയ ഏറ്റക്കുറച്ചിൽ വരും. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നല്ല റെസ്പോൺസ് കിട്ടിയതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ വീണ്ടും ചെയ്യുന്നത്. ആർക്കെങ്കിലും എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ മുകളിൽ വാട്സപ്പും ഉണ്ട്, കോളും ഉണ്ട്. അതിൽ മാക്സിമം വാട്സപ്പ് ഓപ്ഷൻ പ്രസ് ചെയ്യുക. വാട്സപ്പ് മീൻസ് ഞാൻ ഓൾറെഡി അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിൽ മാത്രമായിട്ട് നമ്മുടെ ഈ ഒരു ആപ്പിൽ നിന്നും ഏകദേശം വന്നിട്ട് ഒരു 6 ലക്ഷം രൂപയുടെ പേഴ്സണൽ ലോൺ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 76 ക്രെഡിറ്റ് കാർഡ് പോയിട്ടുണ്ട്. ഇന്നും ക്രെഡിറ്റ് കാർഡ് അപ്രൂവൽ ആയിട്ടുണ്ട്. ഞാൻ ഏകദേശ കണക്കാണ് പറഞ്ഞത്. പിന്നെ ബിസിനസ് ലോൺ ഒരു 13 പേർക്ക് ബിസിനസ് ലോൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു കിക്കിഡിലം ആപ്ലിക്കേഷനാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിനെക്കാട്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ, ഈ ഒരു RBI അപ്രൂവൽ NBFC നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ഇത് 100 മടങ്ങ്, അതായത് വളരെ സുരക്ഷിതവും RBI അപ്രൂവ്ഡുള്ള ജെന്യുവൻ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഇതിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഹാവ് എ നൈസ് ഡേ.